മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികൾ ഒന്നാണ് മമ്മൂട്ടി നയൻതാര കോംബോ. 2005-ൽ പ്രമോദ് പോപ്പൻ സംവിധാനം ചെയ്ത തസ്കരവിരൻ കഴിഞ്ഞ ദിവസം പാക്കപ്പായ ദിവസം ബിഗ് ബജറ്റ് ചിത്രം പാട്ടേട്ട് വരെ എത്തി നിൽക്കുന്നതാണ് ഇരുവരുടെയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ. ഇതിനു പിന്നാലെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനും ഇരുവരും ഒന്നിച്ചെത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള ബോക്സ് ഓഫീസ് എന്ന സിനിമാ പേജിലടക്കമാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അടൂരിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നത്. 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്നത് എന്ന പ്രത്യേകതയാണ് ചിത്രത്തിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നത്. കളങ്കാവൽ എന്ന ജിതിൻ കെ ജോസ് സംവിധാനത്തിൽ ഒരു ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. 1987 പുറത്തിറങ്ങിയ അനന്തത്തിലൂടെ മമ്മൂട്ടിയെ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യമായി തന്റെ നായകനാക്കുന്നത്. ഇതിനുശേഷം മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഒരുക്കിയ മതിലുകളും വിധേയനും മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളാണ്. വരാനിരിക്കുന്ന ചിത്രം തകഴിയുടെ രണ്ടിഴങ്ങരി നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായ തസ്കരവീരനിലൂടെ മമ്മൂട്ടി നായികയായെത്തിയ നയൻതാര അതേ വർഷം തന്നെ കമൽ സംവിധാനം ചെയ്ത രാപ്പകൽ സിനിമയിലും മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ടിരുന്നു. പിന്നീട് 10 വർഷത്തിന് ശേഷം 2015-ൽ പുറത്തിറങ്ങിയ ഫാസ്റ്റ് ദ റാസ്കിലൂടെ നയൻതാര മമ്മൂട്ടിക്കൊപ്പം വീണ്ടും തിരിച്ചെത്തിയത്. തിയേറ്ററിൽ മികച്ച വിജയം നേടിയ ചിത്രത്തിന് ശേഷം 2014-ൽ എ.കെ. സച്ചിൻ സംവിധാനം ചെയ്ത പുതിയ നിയമത്തിൽ അഭിനയിച്ച പ്രാധാന്യമുള്ള വേഷത്തിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒരിടവേളയ്ക്ക് ശേഷം ഒരുമിച്ചെത്തുന്ന മഹേഷ് നാരായൺ സംവിധാനം ചെയ്ത പാട്രിയോട്ടിലും താരം വേഷമിടുന്നു എന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു.